സവോളയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ നല്ല അടിപൊളിയായിട്ടൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ പാൻ ഓഫ് ആക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതൊരു 250 ഗ്രാം ചിക്കൻ്റെ വേണ്ടിയിട്ടുള്ള മസാലകളുടെ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. നമ്മളുടെ ഓരോരുത്തരുടെയും മസാലയോടുള്ള ഇഷ്ടം ഒക്കെ അനുസരിച്ച് നമുക്ക് ഈ ഒരു അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. ശ്രദ്ധിക്കേണ്ട കാര്യം, പാൻ ഓവർ ഹീറ്റായി പോകരുത്, ഓയിലും ഓവർ ഹീറ്റായി പോകരുത്. ഒന്നെങ്കിൽ പാൻ ഓഫാക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ടൊക്കെ കിട്ടും, ഇങ്ങനെ 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകാണ് എരിവിന് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്നനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ചിക്കന് നല്ല ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് ഞാനൊരു 3 മീഡിയം സൈസ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 250 ഗ്രാം ചിക്കൻ ഒരു 1.5 സവോളയൊക്കെ തന്നെ ധാരാളമായിരിക്കും. പിന്നെ നല്ല ഗ്രേവി വേണം എന്നുള്ളവർ ഒരു 3 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഒക്കെ ഈ മസാലയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് നമ്മുടെ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഇടയ്ക്കൊന്ന് ഓർത്ത് വന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 തവണ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ച് വെക്കുക. അങ്ങനെ നമുക്ക് ഈ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അങ്ങനെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ തക്കാളിക്ക് കുറച്ച് പഴുപ്പ് കുറവാണ്, അതാണ് കേട്ടോ ഈ ഒരു കളറ്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി വീണ്ടും നമുക്കിതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു തക്കാളിയുടെ പച്ചമണം മാറുന്നോളം വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തതാ, എണ്ണയൊക്കെ തെളിഞ്ഞ് സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ചേർക്കേണ്ട. അതിന് പകരം ഈ ഒരു സ്റ്റേജിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ റെസിപ്പി ശരിക്കും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയതാണ്. കേറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒട്ടും ടൈം കൺസ്യൂമിങ് അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. പക്ഷേ ഇത്ര നന്നായിട്ട് കിട്ടുമോ, ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ട്രസ്റ്റ് മീ, നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോയിട്ട് നല്ല റോസ്റ്റ് ചെയ്ത നല്ല വറുത്ത ചിക്കനും കൊണ്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് കഴിക്കാറില്ലേ, ആ സെയിം സാധനമാണിത്. ഒരാൾ വിശ്വസിക്കില്ല കേട്ടോ നിങ്ങളിത് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താന്ന്. ഈവൻ നമ്മൾ കുക്കറിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴും ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈവൻ ബ്രെഡിൻ്റെ കൂടെ പോലും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, എന്നെ വിശ്വസിച്ചോളൂ. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. ബൈ.